ഹലോ, ഇന്ന് നമ്മൾ വിന്താലു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊച്ചിക്കാരുടെ സ്വന്തം വിന്താലു. വിന്താലുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് ചേട്ടാ? അത് കൊച്ചിയിൽ വരെ ഫങ്ഷൻസ് ഉണ്ടാകുമ്പോഴൊക്കെ കഴിക്കുന്നതാ. പിന്നെ വീട്ടിലും ഫ്രണ്ട്സിന്റെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഉണ്ടാകുമ്പോൾ. ചേട്ടന് എന്തിൻ്റെ ഒപ്പം ഇഷ്ടം വിന്താലു? ഏറ്റവും ഇഷ്ടം കള്ളപ്പത്തിൻ്റെ ഒപ്പം. എനിക്ക് പുട്ടിൻ്റെ ഒപ്പമാണ് വിന്താലു ഏറ്റവും ഇഷ്ടം. നിങ്ങൾക്ക് എന്തിൻ്റെ ഒപ്പമാണ് ഇഷ്ടം? അപ്പം എൻ്റെ വീട്ടിലെങ്ങനെയാണ് വിന്താലു വെക്കണേന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം അപ്പം കുറച്ച് ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടെൻഡറായിട്ടുള്ള ബീഫാണേ. അത് നല്ല നെയ്യൊക്കെ ആയിട്ട് ഇത് പരന്ന രീതിയിൽ സ്മോൾ സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്യുക. സംഗതി ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിലും വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്മളുടെ മുരിങ്ങയില്ലേ, അതിൻ്റെ സ്റ്റെമ്മിൻ്റെ തൊലിയാണ് ഈ 2-3 എടുത്തേക്കുന്നത്. അതൊരു സീക്രട്ടാണ്. അഡീഷണലായിട്ട് വേണ്ടത് വേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ നമുക്ക് പേസ്റ്റായിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് മസാല ആവശ്യത്തിനുള്ള കറുകപ്പട്ടയും ഏലക്ക, പെരിഞ്ചീരകം, പിന്നെ അല്ലറ ചില്ലറ മസാല ഐറ്റംസ് എല്ലാം ഇടുന്നുണ്ട് ഇതില്. കടുകും മഞ്ഞളും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ എരിവ് ചേർക്കുക. ഇനി സവാള വഴറ്റിയെടുക്കലാണ് ഒരു മെയിൻ പരിപാടി. അപ്പം അതിലേക്ക് കിടക്കാം. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് സവാളയും വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറാവണം. അപ്പോൾ വേഗം വഴണ്ട് വരാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണുണ്ടേ. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. അത് വെളിച്ചെണ്ണ കുറച്ച് ചേർത്താൽ മതി. കാരണം നമ്മൾ ഈ ബീഫ് നല്ല നെയ്യുള്ളതാണ് എടുത്തതാണ്. അപ്പം നെയ്യുള്ള ബീഫിൽ നിന്ന് നല്ലോണം നെയ്യ് ഇറങ്ങും. സവാളയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു കൂട്ട് റെഡിയാക്കിയില്ലായിരുന്നു. അത് നല്ലോണം മഷിപ്പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പാണ് ആഡ് ചെയ്തേക്കുന്നത്. നല്ലോണം ഒന്ന് മൂത്ത് വരണത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ കുറുക്കി എടുക്കുന്നത്. നമ്മൾ എരിവ് കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ. എരിവ് കറി എന്ന് പറയുമെങ്കിലും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇത്തിരി നാടൻ ചൊറുക്കയും കൂടി ആഡ് ചെയ്യുവാണേ. വെട്ടുമ്പോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടമ്മേ? ചെറിയ കഷ്ണങ്ങളാക്കാൻ പാടില്ല. നെയ്യുള്ള പീസ് കൊടുക്കണമല്ലേ? അല്ലെങ്കിൽ എനിക്ക് നെയ്യും കൂടിയുള്ള പീസ് ഇഷ്ടം. ഈ കഴുകി വൃത്തിയാക്കിയ ഇറച്ചി നമുക്ക് ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് വെള്ളം പോയിട്ട് അല്ലാണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൂടുതലാവും. ഇറച്ചി വേകുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്ത് വിസിലടിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുറച്ച് വെച്ച് നന്നായിട്ട് വേവിച്ച് ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് സ്ലോയില് ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് സ്ലോയില് വെക്കണം. എത്ര നേരം? അത് കുറച്ച് നേരം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് വെക്കുമ്പോഴാണ് നമ്മുടെ ഈ കുക്കറിൽ ഇറച്ചി വേവണത്. പക്ഷേ ഒരു 10 മിനിറ്റ് നമ്മൾ ആ സ്ലോയിൽ അവിടെ വെച്ചത്. അപ്പം നല്ല സോഫ്റ്റായിട്ട് ആയിക്കോളും. ഇറച്ചിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടേ.
കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കറി നല്ലോണം കുറുകും. എനിക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇച്ചിരി എടുത്തിട്ട് ചോറിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണേ. ടേസ്റ്റ് ചെയ്തിട്ട് ഒരു രക്ഷയുണ്ടായില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. ഞാൻ പിന്നെ കറിയൊക്കെ ഒന്ന് കുറുകി സെറ്റായി കഴിഞ്ഞപ്പോൾ ഇതേപോലെ ആ മുകളിൽ നല്ല ഇറച്ചീൻ്റെ തന്നെ നെയ്യാണ് വന്ന് മുകളിലിങ്ങനെ നിൽക്കണേ. ഞാൻ പിന്നെ ഇച്ചിരി കറിയൊക്കെ എടുത്ത് നല്ല പുട്ടിൻ്റെ കൂടെ ഒരു പിടി പിടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.